ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഗീ കേക്കിന്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഗീ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബീറ്ററിന്റെ ആവശ്യമൊന്നുമില്ല, മിക്സിയുടെ ജാറ് മാത്രം മതി. അപ്പോൾ മിക്സിയുടെ ജാറിലാണ് നമ്മൾ ബാറ്ററൊക്കെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഗീ കേക്ക് റെഡിയാക്കി എടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിന് മുകളിൽ അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 2 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇതാ നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. പഞ്ചസാര ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നെയ്യൊന്ന് മെൽറ്റ് ആയതിനു ശേഷം ഉള്ള അളവാണ് 1 കപ്പ്. അപ്പോൾ 1 കപ്പ് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 കോഴിമുട്ട ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പം മുട്ട ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട ചേർത്ത് കൊടുക്കുക കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച മുട്ടയാണെന്നുണ്ടെങ്കിൽ പുറത്തെടുത്ത് വെച്ച് തണുപ്പൊന്ന് പോയതിന് ശേഷം മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ഒരു 1/3 കപ്പ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതായത് ഒരു 5 ടേബിൾ സ്പൂൺ പാലാണുള്ളത്. അപ്പോൾ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് അരിച്ചു വെച്ചിട്ടുള്ള പൊടി കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതുപോലെ ഒരു വിസ്ക് വെച്ചിട്ടാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കുന്നത്, പെട്ടെന്ന് ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നിച്ച് പൊടികൾ ചേർത്ത് കൊടുക്കരുത്, ഒരു 3-4 പ്രാവശ്യമായിട്ട് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ബാറ്റർ റെഡിയായി. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബാറ്ററാണിത്. അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ കേക്കും നല്ല സൂപ്പർ കേക്ക് തന്നെയാണ് ആയി കിട്ടുക. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പം ഞാനിതാ ഇതുപോലെ ഒരു 7 ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ ടൈപ്പിലുള്ള ഒരു കേക്ക് ടിന്നെ എടുത്തിട്ട് അതിൽ ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് ബട്ടർ പേപ്പറൊക്കെ സൈഡിലും അടിയിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാവ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പം ഞാനിവിടെ കൺവെൻഷൻ ഓവനിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. കൺവെൻഷൻ ഓവന് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഏതിലാണോ ബേക്ക് ചെയ്തെടുക്കുന്നത്, ഇനിയിപ്പോൾ സ്റ്റൗ ടോപ്പിലാണെന്നുണ്ടെങ്കിലും ഏതെങ്കിലും അടച്ചു വെക്കാൻ പറ്റിയിട്ടുള്ള നല്ല കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. അതൊന്ന് ചൂടാക്കിയിടണം കേട്ടോ. നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം വേണം നമ്മൾ ഇത് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും ഒരു റിങ്ങോ എന്തെങ്കിലും വെച്ചിട്ട് വേണം കേട്ടോ നമ്മുടെ കേക്ക് ടിന്ന് നമ്മൾ നേരെ സ്റ്റൗ ടോപ്പിൽ വെക്കുമ്പോൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിത് ഓവനിലേക്ക് വെച്ചിട്ട് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. 180 ഡിഗ്രിയിൽ തന്നെ. ആദ്യം ഞാനൊരു 35 മിനിറ്റ് ആണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അതിൽ ആയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് ടൈം കൂട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ 35 മിനിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സ്റ്റാർട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം 35 മിനിറ്റ് ആണല്ലോ വെച്ചത്. അപ്പം 35 മിനിറ്റ് ആയ സമയത്ത് ഇതിൻ്റെ മുകൾ ഭാഗമൊന്നും ഈ ഒരു കളറൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, പിന്നെ ഒരു 10 മിനിറ്റും കൂടെ വെച്ചപ്പോൾ നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടി. എന്നിട്ട് നന്നായിട്ട് ചൂടാറി വന്നതിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ കേക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ, ആ ഒരു നെയ്യിൻ്റെ ഒക്കെ. അതുപോലെ തന്നെയാണ് കഴിക്കുമ്പോഴും നെയ്യിൻ്റെ ഫ്ലേവറാണ് കേട്ടോ നമുക്ക് മുന്നിട്ട് നിൽക്കുക. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഗീ കേക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ കണ്ടോ നമ്മുടെ കേക്ക് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ചായയുടെ കൂടെയൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്